സ്കൂളിലെ പ്രധാനപ്പെട്ട 2 ഈവൻറ്റ്സാണ് കിഡ്സ് ഫെസ്റ്റും ഫുഡ് ഫെസ്റ്റും. അത് രണ്ടും ഇന്ന് സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി. കിഡ്സ് ഫെസ്റ്റ് LP സെക്ഷനും അതുപോലെ ജൂനിയർ സ്കൂൾ സെക്ഷനും രണ്ടുപേരും ചേർന്നാണ് നടത്തുന്നത്. അപ്പോൾ LP2 സെക്ഷൻ എന്ന് പറയുമ്പോൾ 3rd to 5th സ്റ്റാൻഡേർഡ്, ജൂനിയർ സ്കൂൾ എന്ന് പറയുമ്പോൾ പ്ലേ സ്കൂൾ തൊട്ട് 2nd സ്റ്റാൻഡേർഡ് വരെ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ 4 ക്ലാസ്സുകാർ, അതായത് 4 ഡിവിഷൻ ഒരുമിച്ചാണ് ഞങ്ങൾക്കൊരു പ്രോഗ്രാം. ഞങ്ങളുടെ തീം വിൻഡായിരുന്നു. അപ്പോൾ അതിനുള്ള മേക്കപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുക, കുട്ടികൾക്കുള്ള റിഫ്രഷ്മെൻ്റ് എത്തി, കേക്കും ഫ്രൂട്ടിയുമാണ്. കുട്ടികൾ അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവർ ഓൾറെഡി സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗേൾസിനെല്ലാം ഒരു റൂമിലും ബോയ്സിനെല്ലാം അടുത്ത റൂമിലും ആയിട്ട്. അവരാണെങ്കിൽ രാവിലെ കോസ്റ്റ്യൂമിലാണ് വന്നത്. ബോയ്സേ കോട്ട് മാത്രം ഇട്ടില്ല, ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്റ്റേജിൽ കയറാൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക കണ്ട. ഇതിനിടയ്ക്ക് നമ്മുടെ ടീച്ചേഴ്സൊക്കെ വന്ന് നോക്കുന്നുണ്ട്, മേക്കപ്പൊക്കെ എവിടെ വരെ ആയി, എന്തായി, തീരാറായോ. അതിനോടൊപ്പം തന്നെ അടുത്ത പ്രോഗ്രാംസ് ഏതാണെന്നുള്ള കറക്റ്റായിട്ട് ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. അതനുസരിച്ച് വേണം നമുക്കിവരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ. ഇപ്പോൾ അവിടെ ഫോർമൽ, ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിൽ ഫോർമൽ ഫങ്ഷനുണ്ട്, അതിനുശേഷം ജൂനിയർ സ്കൂളുകാരുടെ അവരുടെ പ്രോഗ്രാം, അതിനുശേഷം മാത്രമേ LP2 ഞങ്ങളുടെ വരുന്നുള്ളൂ. ബോയ്സിൻ്റെ അടുത്ത് മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അവർക്കങ്ങൊരു ഷെയിം പോലെ, ഞങ്ങൾ മേക്കപ്പ് ഇടണോ, ഞങ്ങൾക്കിത് വേണ്ട, ബോയ്സിന് വേണ്ടല്ലോ, ഗേൾസ് അല്ലേ ഇടേണ്ട എന്നൊക്കെ അവരുടെ കമൻസ് ഉണ്ടായിരുന്നു. വലിയ മേക്കപ്പൊന്നും ചെയ്തില്ല, കണ്ണെഴുതി, പിന്നെ എന്തുവാ ഒരു ഫൗണ്ടേഷൻ, കോമ്പാക്ട് പൗഡർ, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ഇത്രയേ ഉള്ളൂ. വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും അല്ലല്ലോ ഞങ്ങൾ. പിന്നെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവരെ സ്റ്റേജിനടുത്ത് കൊണ്ടുപോയി ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളെയൊക്കെ അറേഞ്ച് ചെയ്ത് ദീപ്തി ടീച്ചറും മഞ്ജുഷ ടീച്ചറും നിർത്തുക. പിന്നെ കാണാം മറ്റു കുട്ടികൾ, മറ്റ് പ്രോഗ്രാമിനുള്ള കുട്ടികൾ അവിടെ അടിപൊളിയായിട്ട് ഒരുങ്ങി വന്ന് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി. പിന്നെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഗ്രീൻ റൂമിൽ വന്നു. അപ്പോൾ അവിടെ നിന്നും കുട്ടികളെ കൊണ്ടുപോകാനായിട്ടാണ് പേരൻസിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അവരൊക്കെ വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി. കുട്ടികൾ പോയതിന് ശേഷം നമ്മൾ ക്ലാസ് റൂമൊക്കെ ഒന്ന് നോക്കി, എന്തെങ്കിലും അവരുടെ സാധനങ്ങളൊന്നും മിസ്സായി കിടപ്പുണ്ടോ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാമെന്ന് കരുതി. പിന്നെ നേരെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നിടത്ത് ചെയ്യുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു, ഇഷ്ടംപോലെ പേരൻസും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പം നല്ല തകൃതിയായിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സ്കൂൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഫുഡ് ഫെസ്റ്റിൻ്റെ എമൗണ്ട് പ്രധാനമായിട്ടും അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നലെ തന്നെ കൂപ്പണൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മേടിക്കാത്ത കുട്ടികൾ അവരിന്ന് മേടിച്ചു. 10, 50, 100 ഇങ്ങനെയായിരുന്നു നമ്മൾ കൂപ്പൺ അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ സ്റ്റാഫ് റൂമിൽ ദേവ് ടീച്ചറിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫ്രീ ആയത്. ഇതിനിടയ്ക്ക് ആൻസി ടീച്ചർ സ്വന്തമായിട്ട് കോഫി ഉണ്ടാക്കി കുടിക്കുന്നു. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 ആഴ്ച എടുത്തു. 2 ആഴ്ച ശരിക്കും പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് സ്റ്റേജിൽ കുട്ടികൾ കയറിയത്. അപ്പോൾ അതൊക്കെ ആ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. ദേവി ടീച്ചറും മോക്ക് ഫുഡ് കൊടുക്കുക. ഇന്നത്തെ പ്രോഗ്രാമിൽ സ്കിറ്റിൻ്റെ ഇൻചാർജ് ആയിരുന്നു ക്ലെമി ടീച്ചർ. അപ്പോൾ അത് കുട്ടികളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ടീച്ചറിൻ്റെ മുഖത്ത് ആ സന്തോഷം നമുക്ക് കാണാം. ഈ സാറിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. എന്താ ആ സെക്കൻഡിൽ സാർ അവിടെ എത്തി. സാറിങ്ങനെ എല്ലാ ഭാഗത്തും പോയി ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നതാണ്. പിന്നെ എല്ലാവരും നടന്ന അവരവരുടെ പ്രോഗ്രാംസ് അതെങ്ങനെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. റീന ടീച്ചർ ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ട് ശ്രദ്ധിച്ചിരിക്കുക.
ചില പ്രധാനപ്പെട്ട വീഡിയോസ് ഒന്നും എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതായത് ഫോർമൽ ഫങ്ഷൻസ്, അതിൻ്റെ ഇനാഗുറേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഫുഡ് ഫെസ്റ്റിൻ്റെയും കിഡ്സ് ഫെസ്റ്റിൻ്റെയും, ഇത് രണ്ടും എനിക്ക് പറ്റിയില്ല. കാരണം ആ സമയത്തൊക്കെ മേക്കപ്പിൻ്റെ തിരക്കും കുട്ടികളെ റെഡിയാക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. പിന്നെ അവരുടെ പ്രോഗ്രാമിന് ശേഷം ഇവരെ കൃത്യമായും തിരിച്ച് ഇവരുടെ പേരൻസിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക, അവരെ കൃത്യമായും സേഫായും പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. അത് കാരണം ഇനാഗുറേഷനോ അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാംസോ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഏകദേശം 2 മണി ആയപ്പോഴേക്കും പ്രോഗ്രാംസൊക്കെ തീർന്നു. ഫുഡ് ഫെസ്റ്റും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ പോയി പഞ്ച് ചെയ്തു, തിരിച്ച് ഇറങ്ങി വരിക. അവിടെ ഞാൻ നോക്കിയപ്പോഴുള്ള കുട്ടികളൊന്നുമില്ല, ഓൾമോസ്റ്റ് കുട്ടികളും പോയി, പേരൻസും അധികം ആരുമില്ല. പിന്നെ ടീച്ചേഴ്സും എല്ലാവരും പോകാനുള്ള ധൃതിയില്ല. ഞാൻ പിന്നെ എന്നും എൻ്റെ സ്ഥിരം വഴി, അതായത് 3rd സ്റ്റാൻഡേർഡിൻ്റെ അതിലെ, ഞാൻ എന്നും അതിലേ ഇറങ്ങിപ്പോകുന്നു. അവിടെ ഒന്നും ആരുമില്ല കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി, അതായത് ഈ ബാക്ക് സൈഡിലൂടെ, എൻ്റെ വണ്ടി ഇതിന് ബാക്കിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ദേ അവിടെ എൻ്റെ വണ്ടി ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരും വണ്ടി വയ്ക്കത്തില്ല കേട്ടോ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇനി എത്രയും പെട്ടെന്ന് വീടെത്തുക.